ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലായിടത്തും മഴ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇവിടെയൊക്കെ നല്ല മഴയാട്ടാ. അപ്പോൾ ഇതാ മുറ്റത്തൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ. നമ്മളെ മുറ്റം സാധാ മണ്ണ് മുറ്റം ഒന്നും കട്ടയ അങ്ങനെ ഒന്നും വലിച്ചു വന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല നിൽക്കുമല്ലോ. അപ്പം നല്ല മഴ പെയ്തൊന്ന് തോർന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അപ്പോൾ ആ വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കൂടി ഒന്ന് കാണിക്കുക വിചാരിച്ചിട്ടാണ്. ചോറൊക്കെ വെന്ത് നല്ല അടിപൊളി സാമ്പാറൊക്കെ ഈ മഴയത്തല്ല ചൂട് ചോറും പിന്നെ വെണ്ടക്ക ഉപ്പേരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാന്തൾ പൊരിക്കുന്നുണ്ട്, പിന്നെ അയില പൊരിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഉണക്കൽ സ്രാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും പൊരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അപ്പോഴത്തേന് പപ്പടം കാച്ചിയതുകൊണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ പായസം വേണമെന്ന് പറഞ്ഞിട്ട് പായസത്തിനുള്ള സാധനമൊക്കെ കൊടുന്നപ്പോൾ ഒരു തട്ടിക്കൂട്ടൊരു സേമിയ പായസം ഉണ്ടാക്കുക വിചാരിച്ച്. അപ്പോൾ ഈ മഴയത്ത് തിന്നാനല്ലേ കമ്പം പുഴുങ്ങുക കേട്ടോ. അപ്പോൾ അത് കമ്പൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ അടുക്കളേൻ്റെ പെയിൻ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ നമ്മളെ പാത്രം ഇട്ടക്കുന്ന ഡബ്ബകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെ ഒന്നുകൊണ്ട് ചുറ്റിച്ചതാണ് ഫോണ്. ഇപ്പോൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നുകൊണ്ട് വറുത്തെടുത്ത് മൂത്ത് വന്നതിന് ശേഷം വറുത്ത സേമിയം തന്നെയുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് വറുത്തെടുത്തിട്ട് അതെല്ലാതും കൂടി പിന്നെ വേറൊരു പാത്രത്തിലേക്കാണ്ട് മാറ്റിയെടുത്തിട്ട് പിന്നെ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പാല് നല്ലോണം തിളച്ചിട്ടിട്ട് തിളച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് പഞ്ചസാര നല്ല തിളച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത്രയൊക്കെ തന്നെ. പിന്നെ സേമിയ പായസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഈ മഴയത്തൊക്കെ മഴ പെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദിവസം 2-3-4 മഴയൊക്കെ കിട്ടി. ഇപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് നേരം നിൽക്കുന്ന മഴയാണ് കേട്ടോ. അങ്ങനെ പാലൊക്കെ നല്ല കുറച്ച് തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച സേമിയൊക്കെ ഇട്ട് ഒന്നുണ്ട് തിളച്ചിട്ട് ഓഫാക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് ഈ ചൂടിലിരുന്നിട്ട് ഈ സേമിയൊക്കെ നന്നായി വറുത്തിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ വറുത്തതാണ്. പിന്നെ ഇതിലൊന്ന് തിളച്ചും ചെയ്തല്ലോ. പിന്നെ ഏലക്കായ പൊടിയൊക്കെ ഇട്ട് പിന്നെ സേമിയ ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല തിളച്ച് വരട്ടെ. അപ്പം ഇനി ഇതിങ്ങനെ പിന്നെ തീയൊക്കെ ഓഫാക്കി ഇനി തണുക്കുന്നതിനനുസരിച്ചൊക്കെ അത് കുറുകി വരും. അങ്ങനെ കമ്പൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കേട്ടോ പായസം ഇനി അതങ്ങനെ കുറുകി വരട്ടെ. കുറച്ച് നേരം ഒന്ന് ചൂടാറിയൊക്കെ കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ പാകത്തിനാവും. പിന്നെ അതാ ചോറൊക്കെ വിളമ്പിയൊക്കെ അതിൽ വലിച്ചതും ഉണ്ട്. വലിക്കുക എന്നിട്ട് ഞങ്ങളവിടെ വറ്റിച്ചിട്ട് തക്കാളിയും പുളിയൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുക്കുക.